ആളുടെ ആ ഒരു പണിയുടെ രീതികൾ എങ്ങനെയായിരുന്നു? പണിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരെ മരത്തിൽ ആന നമ്മൾ കാലത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാലത്ത് അയക്കുമ്പോൾ നമ്മൾ ആനയ്ക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ആൾക്ക് നിർബന്ധം. അതിപ്പോൾ വടിക്കമ്പായിക്കോട്ടെ, കോലായിക്കോട്ടെ, തോട്ടി ആയിക്കോട്ടെ, വെട്ടൂത്തി ആയിക്കോട്ടെ, പീശങ്ങത്തി ആയിക്കോട്ടെ, കച്ചകയറായിക്കോട്ടെ, തീറ്റകയറായിക്കോട്ടെ, അപ്പം എന്തൊക്കെ വന്നതിൽ 7 ഐറ്റം വന്നിട്ടുണ്ട്. ചകിരി ആയിക്കോട്ടെ, കല്ലായിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ ആൻ്റെ അടുത്ത് കാണുന്ന ആൾക്ക്. അതാണ് ആളുടെ പണി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ പോകുമ്പോൾ ചകിരി ഉണ്ടാക്കണം. ചകിരി നമ്മൾ പറയും ഇന്ന പോലത്തെ ചകിരി ഉണ്ടാവും. അത് പോയിട്ട് നമ്മൾ ആരുവയുള്ള ചകിരി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരിക, കത്തി തേച്ച് കൂട്ടുക, ചെത്തി വൃത്തിയാക്കുക, കയർമ കോർത്തിടുക. അതൊക്കെയാണെന്ന് അന്ന്. ഇന്ന് വൃക്ഷമായി കാര്യങ്ങളായി. അപ്പം അത്രയും ടഫായിരുന്നു ആളുടെ പണി. ആൾക്ക് നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആളെല്ലാവരും ചീത്ത പറയും. ആൾക്ക് താഴെ മുകളിലാകാശം താഴെ ഭൂമിയാണ് വില തരുന്നത്. ആൾക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ആൾ കണ്ടു കഴിഞ്ഞപ്പോൾ പറയും. അത് ആരെക്കൂടെ ഇപ്പം തൃശ്ശൂർ നമ്മളിപ്പോൾ ആന 5 ആന എന്നുള്ളച്ചിക്കാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാട്ടാ നമ്മളോട് പറഞ്ഞു തരും ആള്. അത് ചിലപ്പോൾ ആള് ഓപ്പണായിട്ട് പറയും, പറഞ്ഞു തരുമല്ലോ. അങ്ങനെയാണ് നാളെ ആൾക്ക് ഒരു കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടുള്ള ചിന്തയില്ല, വില തരുന്നത് എല്ലാ കാര്യങ്ങളും. ഞാൻ ആളുടെ വീട്ടിൽ പോയിട്ട് ഇത്രയും ആനോളം ആള് കയറിയിട്ടുണ്ട്. ഒരു ഫോട്ടോ മാത്രമേ ആളുടെ വീട്ടിലുള്ളൂ. ശ്രീനിവാസനാണ്. വേറൊരു ഫോട്ടോ, അതൊരു ചെറിയൊരു ഫോട്ടോ, ഒരു ഫ്രെയിം ഫോട്ടോ, അല്ലെങ്കിൽ വേറൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ. അത്ര ഇഷ്ടം. ആളാണ് ആന കൊണ്ടിരുന്നത്. ആളിനോട് പറഞ്ഞത് ശ്രീനിവാസൻ ആന കൊണ്ടിരുന്നത് അതുപോലത്തെ ഒരു ആനയായിരുന്നു കൊണാർക്ക് ഗണപതി ആന.